എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും അതിലുപരി എന്റെ നാട്ടുകാരനും മോഡലാണ്, ആക്ടറാണ്, അതിലുപരി ഒരു പച്ചയായ മനുഷ്യനാണ്. സ്വാഗതം ചെയ്യാം ജോൺ കൈപ്പിനെ. നമസ്കാരം. ഡാൻബരി എന്ന് പറഞ്ഞ പടം തലേ ദിവസം ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറയാണ്, പുള്ളി ഈ പടം പൊട്ടിയാൽ നീയില്ല ഞാനും ഇല്ല, വിട്ടോണം, പിന്നെ ഇനി സിനിമ ചോദിച്ചു വന്നേക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തലേ ദിവസം പടം റിലീസാകുന്ന തലേ ദിവസം എന്റെ ഫാമിലി എല്ലാം വന്ന് ഇവിടെ കിടക്കാണ്, നാളെ പടം റിലീസ് ചെയ്ത് പടം കാണാൻ ഹിറ്റാകാൻ പോകുന്ന പടത്തിൽ. അങ്ങനെ ഇരിക്കാൻ പുള്ളി എനിക്ക് ഡാർക്ക് തരുന്നത്. മറ്റന്നാൾ ഷൂട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്ന പടങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങി. നമ്മൾ വേറൊരാളെ വെച്ച് ആലോചിക്കുക, സോറി കേട്ടോ നമ്മുടെ പ്രൊഡക്ഷൻ സമ്മതിക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നാണ് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയും. അത് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക്. ഹൈദരാബാദിലൊരു പരിപാടിക്ക് ടോവിനെ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ടോവിയെ കാണുന്നത്. നമുക്ക് ഒരു ഐറ്റം ഇറങ്ങി കട്ട ജോൺ ബ്രോന്റെ മറ്റേ പഴയ ധൂമിലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കുറച്ച് കളറൊക്കെ ചെയ്ത് ഒരു കട്ട മനുഷ്യൻ തന്നെ ബ്രോ എന്നൊക്കെ മുന്നേ ഇറങ്ങി. ഇതേ ഇപ്പൊ എന്താണ് ടോവിനോ മലയാളികളുടെ സ്വന്തം അല്ലേ? ഞങ്ങളൊരു സീൻ എടുത്തോണ്ടിരിക്കും. അപ്പം എന്റെ സാധനമൊക്കെ എടുത്തിട്ട് മമ്മൂക്കാടെ സീൻ എടുത്തു, ഞാൻ ഓപ്പോസിറ്റ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് മോനിറ്ററിന്റെ ബാക്കിലോട്ട് വന്നിട്ട് ചേട്ടാ ഓക്കെ അല്ലേ, ഓക്കെ ഓക്കെ സെറ്റ് എന്നൊക്കെ മമ്മൂക്ക പറയാൻ നിൽക്കുന്നു. ഓക്കെ ആണോ, അത്ര സുഖമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്രയും പ്ലേഫുൾ ആണ്. മമ്മൂക്ക ലൂഡോ കളിച്ചിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുമോ? ഞാന് അർജുൻ ഈ പറഞ്ഞ മഗ്ഗുലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരല്ലോ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ഒരാൾ മാറും, ഞാൻ ഇരിക്കാം, മമ്മൂക്ക വന്നിരുന്നിട്ട് ലൂഡോ കളിക്കാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, വിശ്വസിക്കുമോ? നമുക്ക് ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ഇതുപോലെ? എനിക്ക് എന്റെ അപ്പനെ പോലെ ആവണം. 2.5 വയസ്സുള്ള കൊച്ചെടുത്ത ആഗ്രഹം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലൂരിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇതിനോടൊപ്പം ഉള്ളത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും അതിലുപരി എന്റെ നാട്ടുകാരനും മോഡലാണ്, ആക്ടറാണ്, അതിലുപരി ഒരു പച്ചയായ മനുഷ്യനാണ്. സ്വാഗതം ചെയ്യാം ജോൺ കൈപ്പിനെ. നമസ്കാരം മച്ചാനെ. ഒത്തിരി സന്തോഷം കേട്ടോ, കാരണം ആൻമരിയ കലിപ്പിലാണ്, ആട് 2 എന്ന സിനിമകളിലൊക്കെ കാണുമ്പം ഇവൻ വില്ലനാണോ, ഇവന്റെ റിയൽ ലൈഫ് ഇതാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് കാലഘട്ടം തെളിയിച്ചു, സംസാരിച്ചു, അടുത്തു, അപ്പോഴൊക്കെ മനസ്സിലായി പത്തനംതിട്ടക്കാരല്ല, ഉള്ളറിഞ്ഞ പാവങ്ങളാ. അങ്ങനെ തോന്നുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പം തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം എല്ലാരെയും പോലെ തന്നെ ഇങ്ങനെ കൊച്ചി വന്നിട്ട് ഇങ്ങനെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തു. എന്നാലും പത്തനംതിട്ടയിൽ നിന്നൊക്കെ കൊച്ചി പ്രോപ്പറായിട്ട് വരുമോന്ന് വെച്ചാൽ കുറച്ച് പാടാ. പിന്നെ പാടല്ലേ, അറിയില്ല അജിനോട്. അതെയാ. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് ഞാൻ പുറത്താ പോയെ, കോയമ്പത്തൂർ പഠിച്ചത്. അപ്പൊ അവിടുന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്തു, കൊച്ചിയിലോട്ട് ലൊക്കേറ്റ് ചെയ്ത്. സിനിമയായിരുന്നു ഒന്ന് മനസ്സിൽ, എന്റെ മാത്രം മനസ്സിൽ, വീട്ടുകാർക്കൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ ഒരു ജോലിയൊക്കെ ആയി, കുറച്ച് കോഴ്സുകളൊക്കെ ചെയ്തു. അപ്പം സിനിമയുടെ പുറകിൽ പോകാം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ച് സ്വന്തമായിട്ടങ്ങ് ഇറങ്ങി. ഇപ്പൊ നമ്മൾ പത്തനംതിട്ടയിൽ നിന്നൊക്കെ ആഗ്രഹിക്കുമ്പം ഇപ്പൊ സിനിമയാണ് എന്റെ ലക്ഷ്യം എന്ന് പത്തനംതിട്ട ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും. ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പം നമുക്കറിയാം ഇതിന്റെ സ്ട്രഗിളും ഇതിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, എനിക്ക് സിനിമ എന്നൊരാഗ്രഹം തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? അതുപോലെ തന്നെ ഈ സിനിമയിലോട്ട് ഇറങ്ങിത്തിരിഞ്ഞപ്പോ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സിനിമ എനിക്ക് ചെറുപ്പം മുതലേ സിനിമ ഇഷ്ടമായിരുന്നു. പണ്ട് മുതലേ നമ്മള് കാസറ്റൊക്കെ ഇങ്ങനെ ശേഖരിച്ച് നമ്മള് ഒരു കടയിൽ പോയിട്ട് 3 കാസറ്റ് അല്ലെ 4 കാസറ്റ് നമുക്ക് റെന്റ് എടുക്കാൻ പറ്റില്ല, 5 രൂപ 2 രൂപ കണ്ട ഒരു കാസറ്റൊക്കെ. അപ്പൊ അന്ന് ഈ കാസറ്റൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടിട്ട്, അപ്പൊ നമുക്ക് ഈ വെക്കേഷൻ വരുമ്പോൾ മഴ വരുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമകൾ കാണുന്നത്. കാരണം വേറൊന്നും പുറത്ത് ചെയ്യാനില്ല, അപ്പൊ അകത്തിരുന്ന് കാണും. അപ്പൊ അങ്ങനെ മഴ ഇല്ലാത്തപ്പോഴും മഴ ഉള്ളപ്പോഴും സിനിമകൾ കണ്ടങ്ങ് സിനിമകളിലോട് ഭ്രാന്തായി, പ്രേമമായി, സിനിമയുടെ ഒരു ഇഷ്ടമായി. ഇപ്പൊ സിനിമകൾ കാണാൻ തുടങ്ങി. പിന്നെ ഐക്കൺസ്, മമ്മൂക്ക, ലാലേട്ടൻ, അവരുടെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. അത് കണ്ടിട്ടാണ് സിനിമയോട് ഇഷ്ടം. അങ്ങനെയാണ് ആ ഒരു ഇഷ്ടം. എനിക്ക് സിനിമ ആഗ്രഹിച്ചിരിക്കുന്ന 8ാം ക്ലാസ് 9ാം ക്ലാസ് സമയത്ത് തന്നെ ഞാൻ സിനിമ സ്കൂളിലൊക്കെ ആ സമയത്ത് ഡ്രാമയ്ക്കും പരിപാടിക്കൊക്കെ ചാടി വീഴുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ബോഡി സെറ്റ് ആക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? അതൊക്കെ കോളേജിലാണ് എനിക്ക്. അത് അതും സിനിമയാണ്. സിനിമ നമ്മുടെ ഏതായിരുന്നു, വാരണായിരം. അതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെ സെറ്റ് ചെയ്യാതിരിക്കുന്നു. അത് കണ്ടിട്ട് സൂര്യയുടെ 6 പാക്ക് ഉണ്ട്, 6 പാക്ക് ആക്കിയൊക്കെയാന്ന് വിചാരിച്ചു അന്ന് അടിച്ച് 6 പാക്ക് ഒക്കെ ആക്കി അന്ന് തുടങ്ങിയ പരിപാടിയാ. അങ്ങനെയാണ്, അതും സിനിമയാണ്. എന്ത് ചെയ്താലും ലാസ്റ്റിൽ എത്തി നിൽക്കുന്ന സിനിമ തന്നെ. സിനിമയാണ്. നമ്മുടെ വീട്ടിലൊക്കെ സപ്പോർട്ടായിരുന്നോ?
വീട്ടില് ആ സമയത്ത് കാരണം അവർക്ക് സിനിമയെ പറ്റി അങ്ങനെ അതിന്റെ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് സിനിമ കാണുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അറിയില്ല, സിനിമയുടെ എന്താണെന്ന് അറിയില്ല. നമുക്ക് ന്യൂസ് വരുന്നത് മാത്രം കുറെ ഗോസിപ്സ് ആണല്ലോ ന്യൂസ് വരുന്നത്, അത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ സിനിമ എന്താണെന്ന് ആൾക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള എതിർപ്പുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ നാട്ടിലെ അപ്പന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ പോ, നീ ജോലി ജീവിക്ക്, അവർക്കൊന്നും സിനിമയോട് അത്ര വലിയ താല്പര്യമോ അല്ലെ സിനിമയിൽ പോകുന്നവർ ആരും രക്ഷപ്പെടത്തില്ല എന്നൊരു ചിന്താഗതികളൊക്കെ ആയിരുന്നു. അപ്പൊ ജോൺ എന്ന് പറയുന്ന ആക്ടറിന്റെ ഫാമിലി എങ്ങനെയായിരുന്നു തന്ന സപ്പോർട്ട്? എനിക്കും അങ്ങനെ +2 കഴിയുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല എന്ത് ചെയ്യാം. +2 എന്ന് പറഞ്ഞാൽ 16-17 വയസ്സുണ്ട്. ഈ പൊട്ടം കളിച്ച് നടക്കുന്ന പ്രായം, അന്നൊരു ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു നമ്മുടെ ഭാവി എന്ത് ആക്കണം എന്നുള്ള അതൊരു ഭയങ്കര ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും അതെ, ഞാൻ അത് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ആ സമയത്ത് ഓക്കെ എന്തായാലും അവരൊക്കെ പറഞ്ഞ കേട്ടങ്ങ് എഞ്ചിനീയറിംഗിന് പോയേക്കാം എന്ന് പറഞ്ഞങ്ങനെ പോയാ. അങ്ങനെ അവിടെ പോയി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതിന്റെ ലാസ്റ്റ് എത്തിയപ്പോഴാണ് സിനിമയാണ് എന്റെ പാഷനും സിനിമയിലേക്കാണ് എനിക്ക് പോകേണ്ടതെന്നൊക്കെ ഞാൻ അറിഞ്ഞതും ആരും പറയാതെ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. വീട്ടിലെ എതിർപ്പായിരുന്നു, കംപ്ലീറ്റ്ലി എതിർപ്പായിരുന്നു. ഫാദറിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു ഭയങ്കര കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ കുറെ ആളും ഉണ്ടായിരുന്നിട്ടുണ്ട്, ഞാൻ ഫാദറൊക്കെ. അത് അവർക്ക് അറിയാത്തോണ്ടായിരിക്കാം. മീൻസ് ഇപ്പം ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം കുറെയൊക്കെ ഞാൻ പറഞ്ഞറിയാം. പപ്പ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, സിനിമയെ പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങി, സിനിമകൾ കാണാൻ തുടങ്ങി കുറെ കൂടെ. അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ കൊച്ചി സെറ്റിൽഡ് ആവുന്നു, ജോലി ചെയ്യുന്നു. ഈ ജോലിയുടെ കൂടെ തന്നെ ആ സമയത്തൊക്കെ ഒരു പക്ഷേ ഈ ഓഡീഷൻ എവിടെ നമുക്ക് അത്രമേൽ ബന്ധങ്ങളോ കാര്യങ്ങളോ ഇല്ലല്ലോ. അപ്പൊ അതിലോട്ട് എത്തപ്പെട്ടത് എങ്ങനെയാ? കൊച്ചിയിലേക്ക് ആദ്യം എത്തി തന്നെ ഞാൻ ഈ പറഞ്ഞ മോഡലിംഗിന്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ടാ. അപ്പൊ ഈ മോഡലിംഗ് വരുന്ന ആൾക്കാർ മൊത്തം സിനിമയിലോട്ട് വരാനാണല്ലോ. അതെ. അപ്പൊ അവിടുന്ന് ഒരു ഓഡീഷൻ വന്നപ്പം അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സ് ആയി. അവരൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവരുടെ ഇപ്പം 14 വർഷം മുമ്പ് കമ്പനിയായ എല്ലാ ആൾക്കാരും എല്ലാം അതിൽ ഫിൽട്ടർ ചെയ്ത് നല്ല നമ്മൾ കുറച്ച് കൂട്ടുകാരെ ഇപ്പോഴും വിളിക്കുകയും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ ഓഡീഷൻസ് ഇന്നത്തെ പോലെ വാട്സപ്പോ ഫേസ്ബുക്ക് ഒന്നുമില്ല. ഫേസ്ബുക്ക് ഉണ്ട്, പക്ഷെ ഇതൊന്നും ആക്റ്റീവ് അല്ല. അതെ. അപ്പൊ ഇത് കുറച്ച് ആൾക്കാര് നമ്മളെ സംസാരിക്കുകയും ഫോൺ വിളിക്കുകയും അങ്ങനെ എനിക്കിപ്പോ ഓർമ്മയുള്ള ഒന്നിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ സിജു വിൽസൺ ഞാൻ മിക്കവാറും പോകുന്നിടത്ത് എല്ലാ ഓഡീഷനും അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുധി കോപ്പ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിക്ക് എല്ലാ ഓഡീഷനും ഉണ്ട്. നമ്മളെ വിളിച്ചറിയിക്കും, പുള്ളി ഓഡീഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറച്ച് പേരുണ്ട്. എന്റെ ഫ്രണ്ട് സജേഷ് നമ്പ്യാർ, പുള്ളിക്കാരൻ ഇപ്പം ഏഷ്യാനെറ്റ് സീരിയല് ഹീറോ ആയിട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഷെയർ ചെയ്താണ് ഞങ്ങൾ ഓഡീഷൻസ് അറിയുന്നത്, പോകുന്നതും അറ്റൻഡ് ചെയ്യും. എല്ലാ ഓഡീഷൻ ഒരുപോലെ തന്നെ പോകുന്നു, അറ്റൻഡ് ചെയ്തു പോരുന്നു. അല്ലാതെ പക്ഷെ അതൊരു വർക്ക്ഷോപ്പ് പോലായിരുന്നു ആ സമയം. ഒരു സമയത്ത് വർക്ക്ഷോപ്പ് ആയിരുന്നു, അതോടൊപ്പം നല്ല ബന്ധങ്ങളും കിട്ടുമായിരുന്നു. പിന്നെ ബന്ധങ്ങളാണ് മെയിൻ. അങ്ങനെ അവിടെ പോയി സിനിമകൾ പോകുമ്പോഴെല്ലാം കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ്. പക്ഷെ നമ്മൾ തിരിച്ചു വീട്ടിൽ വരുന്നു. സത്യം പറഞ്ഞ ആ സമയത്തൊക്കെ കിട്ടുന്ന ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ എങ്കിലും അങ്ങ് പോവായിരുന്നു. എനിക്കറിയില്ല, കാരണം അതാണ് സത്യം. എന്താണ് പറയാൻ, ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ ചെയ്യാം. നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് പോകുന്നത്, പിന്നെ ഒരു സാധനം ഉള്ളിലുണ്ടാവും, ഇതൊന്നും നടക്കുന്നില്ല ചേട്ടാ ഞാനൊരു സാധനം ചെയ്തോട്ടെ, അത് കാണിച്ചു കൊടുക്കുക. അത് പിന്നെ ടിപ്പിക്കൽ ഏതായാലും കരുതുന്ന സീനോ പ്രാർത്ഥന സീനൊക്കെ ആയിരിക്കും. ഇത് വേണ്ട മോനെ എന്ന് പറയാതെ ഇത് പറയുമ്പോൾ തന്നെ കൈ നങ്ങ് പോകും. അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ഓഡീഷൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഇങ്ങനെയാണ് ഓഡീഷൻസ്. ഒരു ഓഡീഷൻ പോയി, അപ്പൊ ഒരു 5 ഓഡീഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കുന്ന പോലെ ആയിരിക്കത്തില്ല 5ാമത്തെ പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് ഓഡീഷൻ നമുക്ക് യൂസ് ടു ആയി. ഈ ഓരോ പടങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് തന്നെ. അല്ല ഈ അഭിനയം ഇത്ര സമയം കൊണ്ട് പഠിക്കാമെന്നെങ്ങും പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. എനിക്കറിയില്ല അഭിനയം നമ്മള് പഠിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി തോന്നേണ്ടത് അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് തന്നെ വരേണ്ടത് അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിനെ പറ്റി ഒന്നും സംസാരിക്കാതെ എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ സിനിമകൾ വരുന്നു. ഇന്നും മലയാളികളുടെ മനസ്സിൽ ജോൺ എന്ന ആക്ടറിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അല്ലെ ഒരു ഫേസ് പതിഞ്ഞതും ഏതൊക്കെ സിനിമകളാണെന്ന് ഞാൻ ചോദിച്ചത് ഏതൊക്കെ പറയും? എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ, എന്റെ പേര് പറയാനാണെന്നുണ്ടെങ്കിൽ ഇംതിയാസ് എന്നുള്ള ക്യാരക്ടർ തട്ടത്തിൽ പറയുന്നതിൽ ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളാണോ ഇംതിയാസ്? ഇപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ആൻമരിയ, ഒബ്വിയസ്ലി അതാണ് എന്റെ എന്താ പറഞ്ഞ ലൈഫ്. എനിക്ക് ലൈഫ് ആൻമരിയാണ്. ആൻമരിയ ആൻമരിയ അതാണ് എനിക്ക് മൊത്തത്തിൽ എനിക്ക് സിനിമയിലേക്ക് ഞാൻ ഇന്നായത് ആൻമരിയ എന്ന് തന്നെ പറയാം. പിന്നെ മാസ്റ്റർ പീസ് എനിക്ക് ഗുണം ചെയ്തു. മാസ്റ്റർ പീസ് നല്ലതായിട്ട് ഗുണം ചെയ്തു. ആ ചേട്ടന്റെ അത് ഓൾ കേരള ആൾക്കാർ കണ്ടിട്ടുണ്ട്. മനോരമയിൽ ഇപ്പോഴും കിട്ടുന്നത് കളിക്കുന്നുണ്ട്. ആ സമയത്ത് കുറെ മമ്മൂക്കപ്പടമായിരുന്നല്ലോ. അപ്പൊ ഒരുപാട് ആൾക്കാർ കണ്ടു, ഞാൻ റീച്ചായി. എനിക്ക് ആൻമരിയ എന്നെ എത്തിച്ചു. അവിടെ നിന്ന് മാസ്റ്റർ പീസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു. എനിക്ക് റീച്ച് ഉണ്ടായെന്ന് പറഞ്ഞു. ഇത് കണ്ടറിഞ്ഞത് എങ്ങനെയായിരുന്നു? ഇപ്പം സിനിമകൾ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ വിളിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോവല്ലോ.
എനിക്ക് വിളിയെക്കാട്ടിലും വരുന്നത് ഇപ്പം നമ്മൾ റാൻഡംലി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവാ, ഇപ്പം കോഴിക്കോടൊക്കെ പോവാ. ഞാൻ പറയട്ടെ, കൊച്ചിയിലൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ, 50% ആൾക്കാരെ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. കാലിക്കട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ണൂരോ എനിക്കൊന്ന് അങ്ങോട്ട് തൃശ്ശൂർ അങ്ങോട്ടുള്ള സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ അവർ ഈ കലാകാരന്മാരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അവർക്ക് അത്ഭുതവും ഭയങ്കര സ്നേഹവും ഒക്കെ ഓടി വരും. ഇപ്പൊ മാസ്റ്റർ പീസ് ആൻമരെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ട്, മാസ്റ്റർ പീസ് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ട്. മാസ്റ്റർ പീസ് കഴിഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. എന്റെ പേരെനിക്ക് അവർക്കറിയില്ല, ആകെ അറിയാവുന്ന റോഷൻ ഇക്ക എന്ന് പറഞ്ഞ്, അത് ചില ആൾക്കാർ വന്ന് വിളിച്ച് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇവർക്ക് നമ്മളെ ഇഷ്ടമാണ്, പോലെ. അതെ. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. മാസ്റ്റർ പീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര റീച്ച് കിട്ടി. അങ്ങനെ നമ്മുടെ കാണുന്നില്ല തൃശ്ശൂർ അങ്ങോട്ട് ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മലയാള സിനിമ അക്സെപ്റ്റ് ചെയ്തെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ചില പാടാണ് ഇവരെ, നമ്മളോടൊക്കെ ഉറപ്പായിട്ടും. പിന്നെ പാടാണ്. പക്ഷേ വന്നില്ലേ, അങ്ങനെയാണ് എനിക്ക് ഈ മാസ്റ്റർ പീസ് ഒക്കെയാണ്. പിന്നെ കുറെ പടങ്ങൾ ഇപ്പം ആട് 2 എനിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് ഇപ്പം റിലീസായ അമരൻ എനിക്ക് ഇപ്പൊ ഒരുപാട് ഗുണമുണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് എഴുതുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പടങ്ങളും ഉണ്ട്. ഇപ്പൊ ഒന്നുമല്ല, ഈ ഫുക്രി സിദ്ദിഖ് സാറിന്റെ പടം ഫുക്രി കണ്ട് ഒരുപാട് പേര് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാര് ഫുക്രി കണ്ടു പോലും ഉണ്ടാകത്തില്ല, ചില ആൾക്കാർ ആട് കണ്ടു പോലും ഉണ്ടാകത്തില്ല. പല പടങ്ങൾ എന്നെ ഏതോ ഒരു പടം, അതായത് OTT ഒന്നും വന്നിട്ടില്ലാത്തൊരു പടം, അഭ്യൂഹം എന്ന പടം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് OTT വന്നിട്ടില്ല. ആ പടം കണ്ട് എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പലരും പലത് കണ്ടാ വിളിക്കുന്നത്. അപ്പൊ എല്ലാ പടത്തിനും റീച്ച് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ റീച്ച് ആൻമരിയ, മാസ്റ്റർ പീസ്, ആട്, ഇപ്പൊ അമരൻ, ഗഗനചാരി, അങ്ങനെയൊക്കെ ഉണ്ട്. പടങ്ങളുണ്ട്, കുറെ പടങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിൽ ചോദിക്കുമ്പോൾ പേരെടുത്ത് പറയാൻ പറ്റുന്ന പടങ്ങൾ തന്നെയല്ലേ? പിന്നെ ഉറപ്പായിട്ടും. അതെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തും ജോലി ചെയ്യുന്ന കാലഘട്ടത്തും ഓഡിഷന് പോകുന്ന കാലഘട്ടത്തും നമുക്ക് കുറെ സൗഹൃദങ്ങൾ ഉണ്ടാവും. പക്ഷെ പിന്നീട് കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ കൂടെ നിന്ന് നടന്ന അല്ലെ നമ്മുടെ കൂടെ പഠിച്ച വ്യക്തികളൊക്കെ വേറെ ലെവലിൽ തന്നെ പോകും. കഴിവാണ് ഉറപ്പായിട്ടും. അങ്ങനെ പോയ ഒരു നടൻ ഇന്ന് മലയാള സിനിമയിൽ ജോണിന്റെ കൂട്ടുകാരനായിട്ടുണ്ടോ? ഉണ്ട്, കുറെ പേരുണ്ട്. മെയിനായിട്ട് പറയാനാണെങ്കിൽ ടൊവിയൊക്കെ ഞങ്ങളൊക്കെ ഒരേ ബാച്ചില് ഒരേ സമയത്ത് കോയമ്പത്തൂർ പഠിച്ച ആൾക്കാരാണ്. പിന്നെ അപ്പോ ടൊവി തമിഴ്നാട് എഞ്ചിനീയറിംഗ് കോളേജിലും ഞാൻ ഹിന്ദുസ്ഥാൻ കോളേജിലും പഠിച്ചു, കോയമ്പത്തൂരാണ്. അപ്പൊ ഞങ്ങൾ 2007 എങ്ങാണ്ട് ഹൈദരാബാദിലൊരു പരിപാടിക്ക് ടൊവിനെ, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ടൊവിയെ കാണുന്നത്. ടൊവിന്ന് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ TCയിൽ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു മച്ചാനുണ്ട്, അവൻ വരുന്നുണ്ട്, എന്റെ ഫ്രണ്ടാണ്, നിങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യണം, പൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ 18-19 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മള് ചോടത്തുളപ്പല്ലേ, എല്ലാവരും ആരാവൻ വന്നൊന്ന് പുത്തറയും തൊള്ളുന്നൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ ഒരു ബസ് വന്നു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ പുറത്ത് അതേ ഹോട്ടലാണെന്ന് ഇവര് താമസിക്കുന്നത്. ഞാൻ 2 കോളേജിൽ നിന്ന് ഒരേ സമയത്ത് IVക്ക് വന്നേക്കാണ്, ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വന്നേക്കാം. ബസ് വന്നു. ഇപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ തുറത്ത് കേട്ടിരിക്കാൻ കാരണമല്ലോ, നമുക്ക് ഒരു ഐറ്റം ഇറങ്ങി കട്ട ജോൺ ബ്രോന്റെ മറ്റേ പഴയ ധൂമിലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കുറച്ച് കളറൊക്കെ ചെയ്ത് ഒരു കട്ട മനുഷ്യൻ വന്നിട്ട് യാ ബ്രോ എന്നൊക്കെ മുന്നേ ഇറങ്ങി. നോക്കുമ്പോ ടൊവിനോ കണ്ടപ്പോ തന്നെ മനസ്സിലായി അവൻ പറഞ്ഞ കാര്യമുണ്ട്, അവൻ പറഞ്ഞൊരു ഐറ്റമാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചു, കുറച്ച് കമ്പനിയൊക്കെ അടിച്ചപ്പം പുള്ളി അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിട്ട് കട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സെയിം, നമ്മൾ ഒരുമിച്ചാണ്, നമ്മൾ ഒരേ ബാച്ച് മതി. ഞങ്ങൾ സെക്കൻഡ് ഇയറിലാണ് ടൂറിന് പോകുന്നത്. ആ സമയം അവരും സെക്കൻഡ് ഇയർ തന്നെ, രണ്ടും ഒരേ എന്തോ ഒരു ഇതില് വന്നു. അങ്ങനെ കമ്പനിയായി. പിന്നീട് ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടി കാണും. അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് കൊച്ചി വന്നപ്പോൾ പോലും ഇടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങൾ ചില്ലാക്സിലൊക്കെ ഇടയ്ക്കൊക്കെ കമ്പനി അടിക്കാറും സംസാരിക്കാൻ, സിനിമയെ പറ്റി സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും അല്ല, പക്ഷെ വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പൊ എന്താണ് ടൊവിനോ മലയാളികളുടെ സ്വന്തം അല്ലേ? ശരിക്കും ആ സമയത്ത് സംസാരിക്കുമ്പോഴും ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോഴും ജോൺ മച്ചാനൊരു വിഷൻ ഉണ്ടായിരുന്നോ? ഇവ പൊളിക്കൂടാ? അല്ല, എന്താ പുള്ളിയുടെ വിഷയം എന്താ എനിക്കറിയില്ലല്ലോ. നമ്മളൊരാള് ഒരു ഐറ്റം ആണെന്ന് നമുക്ക് തോന്നും. ചില ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് യൂണിക് ആയിട്ടുള്ള ഒരു 20 പേര് ഇറക്കി വന്ന ഒരാൾ ഇറങ്ങുമ്പോൾ അത്രയും പേരെ മൈൻഡ് ചെയ്യാതെ അത്രയും പേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ മാത്രം നോക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തോ സാധനം ഉണ്ട്. അവൻ ചിലപ്പോ അവന് കിട്ടിയതായിരിക്കാം, അവനത് ആവഹിച്ചെടുത്തായിരിക്കാം. അവൻ ഒത്തിരി ഹാർഡ് വർക്കറാണ് പണ്ട് പോലെ. അപ്പൊ അവനായിട്ട് നേടിയെടുത്ത സംഭവമാണ്. നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ടൊവിനോയാണെങ്കിലും മറ്റാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ സിനിമ തന്നെയാണ് സ്വപ്നം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ആ സമയത്തൊന്നും സംസാരിച്ചിരുന്നു ഇല്ല. ടൊവിനൊന്നും അങ്ങനെ സംസാരിച്ചില്ല. നമ്മള് ഇവിടെ കൊച്ചി വന്നതിന് ശേഷം മീറ്റ് ചെയ്തപ്പോഴും ഞങ്ങള്
ഒരു പടത്തിന്റെ ഓഡീഷനും അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഒരേ പടത്തിന്റെ ഓഡീഷനും ഞാനും പോയി, ടൊവിയും പോയി. ടൊവി അത് സെലക്ട് ആയി. പിന്നെ ലാസ്റ്റ് ടൊവി അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ കോണ്ടാക്ട് ഉണ്ട്. ടൊവി തീവ്രം തോന്നുന്നു, തീവ്രം DQന്റെ പടത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് എപ്പോഴും ഉള്ള സമയമായിരുന്നു. അത് കഴിഞ്ഞ് ABCD ചെയ്തു. ആ സമയത്ത് ABCD വരുമ്പോഴാണോ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചത് അവിടെ? പിന്നെ ABCD വന്ന് അപ്പൊ എന്നോട് പറഞ്ഞു, എടാ ഞാൻ മാർട്ടിച്ചേട്ടൻ ഒരു പടം ചെയ്തോണ്ടിരിക്കുക, ABCD എന്ന് പടം ചെയ്തോണ്ടിരിക്കുക, നല്ല പടമായിരിക്കും, നല്ല ക്യാരക്ടറായിരുന്നു, അതൊരു പൊളിറ്റീഷ്യൻ ക്യാരക്ടറാണ്, സ്റ്റൈലി ക്യാരക്ടർ, നല്ലതായിരിക്കും, കൊള്ളാം, പടം വരുമ്പോൾ അറിയാമെന്ന്. ഫസ്റ്റ് ഷോയ്ക്ക് പോയി. ഞാൻ അപ്പം തന്നെ വിളിച്ചു, ടൊവി വിളിച്ചു വന്നിട്ട് പൊളിച്ചു, ഇതൊന്നും നോക്കാനില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ടും അവൻ ഈ പറഞ്ഞ നല്ല പടങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ നല്ല പടങ്ങൾ വന്നു. നമ്മൾ കൂട്ടുകാർക്കിടെ ഓരോ പേര് പറയുമല്ലോ, ചങ്കേ, മച്ചാനെ, അതുപോലെ ടൊവിനോ മച്ചാനെ വിളിച്ച പേരെന്തായിരിക്കും? അളിയാന്ന് വിളിക്കാറുണ്ട്. വിളിക്കുന്നത് ആ ഒരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധമുണ്ട്. പിന്നെ ഞാൻ അളിയാ, ഓക്കെ അളിയാ. ഇപ്പൊ ഞാൻ നല്ല പടങ്ങൾ കാണുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, കാണാറുണ്ട്, മെസ്സേജ് റിപ്ലൈ ചെയ്യാറുണ്ട്, എല്ലാവർക്കും റിപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ പല ആൾക്കാരും പറയാറുണ്ട്, ടൊവിയെ പറ്റി ആരും ഇങ്ങനെ മോശമായിട്ട് ഇതുവരെയും പറഞ്ഞു കേട്ടില്ല. എനിക്ക് ടൊവി ഭയങ്കര ഇഷ്ടമാണ്. ഈ വരുന്ന വഴികളിലുള്ള കഷ്ടപ്പാട് അറിയുമ്പോൾ അറിയാം നമ്മൾ ഇവിടെ എത്തിയെന്നുള്ളതല്ലേ. അത് ടൊവിനോ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നുമുണ്ട്. പിന്നെ അവൻ കഷ്ടപ്പെട്ട് തന്നെ വന്നെ, നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ വന്നെ. എല്ലാം ഇട്ടിട്ട് പുള്ളി ചെന്നൈയിലൊക്കെ പോയി ഏത് വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരിക ചെയ്തു. പാഷന് വേണ്ടി തിരിച്ചു വന്നു. ആ പാഷന് വേണ്ടി പിടിച്ച് നിൽക്കുകയാണ് പുള്ളി. പക്ഷേ മലയാള സിനിമ എല്ലാവരും കയറാൻ ആഗ്രഹിക്കുന്നതും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നതും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കഴിവിനാണോ പ്രാധാന്യം, ബന്ധങ്ങൾക്കാണോ പ്രാധാന്യം? പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പ്രാധാന്യം ഉറപ്പായിട്ടും ബന്ധങ്ങൾക്കാണ്. ഞാൻ അങ്ങനെ കാണുന്നത്. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ബന്ധങ്ങൾക്കാണ്. കഴിവ് ഉറപ്പായിട്ടും ഉണ്ടാക്കും. കഴിവുള്ള ഒരുപാട് പേര് നമ്മുടെ സിനിമയിൽ വരാതെയും സിനിമയിൽ വരാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും ഉണ്ട്, ഉറപ്പായിട്ടും ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്റെ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ഓഡിഷൻ വന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എടുത്തു പറയാൻ കുറെ പേരുകളുണ്ട്. അവർക്ക് എന്താ വരാത്തെ? അവർക്ക് ബന്ധങ്ങളുണ്ടെങ്കിൽ വരില്ലേ? ബന്ധങ്ങളുണ്ടെങ്കിൽ ഈസിലി വരും, ഉറപ്പായിട്ടും. ബന്ധങ്ങളുള്ള ആൾക്കാർ, കഴിവില്ലാത്ത ആൾക്കാർ പോലും ഒരു പടം ചെയ്തിട്ട് ചിലപ്പോൾ ആ പടം ഹിറ്റാവും, രണ്ടാമത്തെ പടത്തിൽ പിന്നെ ഒരിക്കലും വരില്ല, മൂന്നാമത്തെ പടമൊന്നും ചെയ്യത്തില്ല, അങ്ങനെ പോകും. അത് കഴിവുണ്ടെങ്കിൽ നിന്നേനെ. ഞാൻ പറഞ്ഞു മനസ്സിലായ, പടത്തിലേക്ക് വരാൻ ബന്ധങ്ങളാണ്. അതായത് ജോൺ എന്ന് പറയുന്ന ഒരു സൗഹൃദം എനിക്കുണ്ടെങ്കിൽ ഒരു പടത്തിൽ എനിക്ക് വരാം, പക്ഷെ അവിടെ നിൽക്കാൻ പാടാ. അവിടെ കഴിവാവണ്ടേ, അവിടെ കഴിവും നമ്മുടെ പരിപാടിയാവണ്ടേ, അല്ലാതെ. പക്ഷെ അവിടെയും ഈ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത പടങ്ങൾ, നല്ല പടങ്ങൾ കിട്ടണമെങ്കിൽ ബന്ധങ്ങൾ തന്നെ വേണം. അങ്ങനെ ഒരു ബന്ധം മച്ചാനുണ്ടോ? അല്ലെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ ജോൺ? ഞാൻ സിനിമയ്ക്ക് വേണ്ടി ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ. എന്നോട് പല ആൾക്കാരും പറഞ്ഞത്, നീ അവിടെ പോകുമ്പോൾ ഇങ്ങനെ സംസാരിച്ചാലേ അവരോട് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. എനിക്ക് അറിയില്ല. എനിക്ക് പലയിടത്തും പോയി ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് തരുന്നൊരു വൈബുണ്ട്. ഈ മച്ചാൻ ഇവിടെ വന്നിട്ട് അത് അടിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ ഇറങ്ങിപ്പോകും. അത് എത്ര വലിയ ആൾക്കാരാണെന്ന് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ അങ്ങനെ തങ്ങിരിക്കാൻ അങ്ങനെ ആക്കി പറ്റില്ല. പക്ഷെ എന്റെ സുഹൃത്തുക്കളുണ്ട്, സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, സിനിമയിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ ഞാൻ എപ്പോഴും കമ്പനിയാണ്, എപ്പോഴും പോവാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെങ്കിൽ അവര് പടം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കാറില്ലടാ ഒരു ക്യാരക്ടർ ചോദിക്കാറില്ല. എനിക്ക് അറിയത്തില്ല അങ്ങനെ ചോദിക്കാൻ. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഉണ്ടാവും എന്നാ വിചാരിക്കുന്നത്. അവന്റെ വായിന്ന് കേൾക്കട്ടെ. അത് ഈഗോയുടെ പ്രശ്നമല്ല. കാരണം അവനോട് ചോദിച്ചിട്ട് അവനെ ഒന്ന് കുഴപ്പിക്കണ്ട. കാരണം അവൻ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമമാണ്. പിന്നെ നമ്മൾ ചോദിച്ചിട്ട് അവൻ ഇനിയും കൊടുത്തില്ലെങ്കിൽ അവനെന്ത് കാര്യം? അവനെ ഞാൻ ട്രാപ്പിലാക്കുന്നില്ല. ചില ആൾക്കാർ ഇങ്ങോട്ട് പറയും പറയാ ഞാൻ ചെയ്യാം, അങ്ങനെ പറയും. അങ്ങനെ പിന്നെ ഞാൻ കയറി ലോക്കാക്കും. അല്ലാതെ ഞാൻ അങ്ങനെ ബന്ധങ്ങൾ നോക്കി അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് കയറണമെന്ന് വെച്ച് ഒരാളെയും പോലും ഞാൻ കമ്പനി അടിച്ചു. ഞാൻ ഇപ്പോഴും അറിയാൻ സാധിച്ചത് ഇപ്പോഴും ചാൻസുകൾ ജോൺ ചോദിക്കാറുണ്ട് ഒരുപാട് ആൾക്കാരോടല്ലേ. ഈ പണ്ടൊക്കെ ചോദിക്കുന്ന സമയത്തെ ഇവനെയും കൊണ്ട് തോറ്റു, ഇവൻ ചുമ്മാ ശല്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ട് പോയ ഡയറക്ടർമാരൊക്കെ ഉണ്ടോ? അങ്ങനെ തോന്നിച്ച് പോയില്ലെങ്കിലും 1-2 കോളുകളൊക്കെ ചെയ്തിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത വലിയ വലിയ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു. കാരണം ഇത് ഞാൻ മാത്രമല്ലല്ലോ വിളിക്കുന്നത്, പല ആൾക്കാരെ വിളിക്കുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ അപ്പോൾ നമ്മൾ ശല്യം ചെയ്യാനല്ല വിളിക്കുന്നത്, ഒരിക്കലല്ല, അവരോട് സംസാരിക്കാൻ സംസാരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഇടയ്ക്കൊന്നും ഇവര് പറയും ഇടയ്ക്ക് നീ വിളിക്കും, ഇടയ്ക്ക് വിളിച്ചാലേ ഓർക്കത്തുള്ളൂ എന്ന് പറയാൻ ഞാൻ വളരെ ഇടയ്ക്കേ വിളിക്കത്തുള്ളൂ. അതായത് മാസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ മാസത്തിൽ ഒരിക്കലൊക്കെ വിളിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ വിളിക്കുന്ന എന്നെ ബ്ലോക്ക് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായി. ഈ സമയത്തൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പരിപാടി നിർത്തുക അല്ലെങ്കിൽ മടുക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ നിമിഷവും ഞാൻ ചിന്തിക്കാറുണ്ട്. അല്ലാതെ
സിനിമ നിൽക്കുന്ന ഇപ്പൊ എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നി ഇപ്പൊ വിട്ടിട്ട് പോകണമെന്ന് മാറുണ്ട്. പക്ഷെ എങ്കിൽ അത് വിട്ടിട്ട് പോകുന്നില്ല. ഇത് ഇതിനകത്ത് കയറി കിടക്കുകയാണ്, ഇതിനകത്ത് കിടക്കല്ലേ. ഇതൊരു ലഹരിയല്ലേ, ഇത് മറ്റൊന്നിനും കിട്ടാത്ത ഒരു ലഹരി തന്നെ സിനിമ. സിനിമയുടെ ലഹരി എന്നല്ല പറഞ്ഞത്, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കാണ്. മാജിക്കാണ്. മറ്റുള്ളവരെ പോലെ അല്ലെ സിനിമയെ സ്നേഹിക്കാൻ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരെ പോലെ തന്നെ എനിക്കും ഇത് നിർത്തണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അവിടൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു സാധനം എന്തുമായിരിക്കും ഒരു പോയിന്റ്? അല്ല, നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുമ്പോഴാലും കോളേജ് പഠിക്കുമ്പോഴാലും എപ്പോഴും ഫെയിലിയർ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് തോറ്റു പഠിച്ച ആൾക്കാരില്ല. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് അരിയസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് ജയിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ജയിക്കണമല്ലോ. നമ്മൾ തോറ്റെടുത്തും നമ്മൾ എന്തായാലും ജയിച്ചേ പറ്റും. തോറ്റു കിടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇതിന്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയിലിയർ ആണ്, വയ്യ, മുന്നോട്ട് പോകുന്നില്ല, അതൊരു തോൽവിയുടെ സമയമാണ്. പിന്നെ നമ്മുടെ ജയിച്ചേട്ടൻ എണ്ണിച്ചെടുത്തില്ലേ, അതുപോലെ ഒരു കുതിച്ചങ്ങ് എണ്ണിക്കും. എന്നിട്ട് പറയാം നാളെ ആവുമെന്ന് പറയില്ല, ഇന്ന് തന്നെ എന്താന്ന് വെച്ച് ചെയ്യാം. ആൾക്കാരെ വിളിക്കും, 4 സിനിമക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ സുഖമല്ലേ. എന്റെ ചുറ്റിനും ആരിലൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ വിളിക്കും, ചുമ്മാ വിളിക്കും. മച്ചാന്റെ ജീവിതത്തിൽ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പഠിക്കുന്ന സമയത്താണെങ്കിൽ കോളേജിലാണെങ്കിൽ ഇത് സംഭവിക്കുന്ന സമയത്ത് നിന്നെ കൊണ്ടൊക്കെ അഭിനയം നടക്കുവോ, നിന്നെ കൊണ്ടൊക്കെ ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നടക്കൊന്നും അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം തീരുമാനം എന്റെ ആണല്ലോ അല്ലേ, പണ്ട് മുതൽക്കേ. അങ്ങനെ ആരും നടക്കൊന്നും ചോദിച്ചിട്ടില്ല, ഇല്ലെന്ന് തോന്നില്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല. മച്ചാനെ, ഇപ്പൊ പഠനകാലത്തൊക്കെ തോൽവിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു, പിന്നീട് സിനിമകൾ ചെയ്യുന്നു. ഇപ്പൊ ആൻമരിയ കലിപ്പിലാണ് ഹിറ്റാവുന്നു, ആട് 2 ആളുകളിലേക്ക് ഹിറ്റാവുന്നു. പിന്നെ ഒരു ഡൗൺ ആകുന്ന സമയത്ത് ശരിക്കും വിഷമം തോന്നാറുണ്ടോ? ആക്ച്വലി ഞാൻ സിനിമ ചെയ്തിട്ട് സിനിമയും കൊണ്ട് ഞാൻ ഡൗൺ ആയിട്ടില്ല. അത് ഞാൻ ചെയ്ത പടങ്ങളൊക്കെ ദൈവം സഹായിച്ച് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടങ്ങളാണ്, പറയാൻ പറ്റുന്ന പടങ്ങളാണ്, കൊമേഴ്ഷ്യൽ പടങ്ങളാണ്, നമ്മുടെ സാധാരണ വ്യൂവേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന പടങ്ങളാണ്. അപ്പൊ അതല്ലാതെ എനിക്ക് പടങ്ങൾ കിട്ടാൻ ഒരു ഗ്യാപ്പ് ഉണ്ട്. ചിലപ്പോൾ 2017 ചിലപ്പോൾ ഒരു പടം ആയിട്ടുള്ളൂ, 2018 പടം ചെയ്തിട്ടേ ഉണ്ടാവില്ല, 2019 ആയിരിക്കും പടം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഫെയിലിയർ ആണല്ലോ. നമുക്ക് പടങ്ങൾ വരുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി ചൂസ് ചെയ്ത് നല്ല പരിപാടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എന്നെ യൂസ് ചെയ്യണം. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരുപാട് പരിപാടിയൊന്നും ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആയിട്ടില്ല. അപ്പൊ എക്സ്പീരിയൻസ് വന്നിട്ട് നമുക്ക് ചെയ്യാം. നാളെ എനിക്ക് വേണേൽ ചൂസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ എന്നെ ചൂസ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഞാൻ ചൂസ് ചെയ്യും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഫിനാൻഷ്യലി നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ കുറച്ച് ഫെയിലിയർ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഇട്ടിച്ച് പോവാന്ന് വിചാരിക്കും. പക്ഷെ അവിടെ നിന്നൊക്കെ റിക്കവർ വരുന്ന സിനിമ അയാളുള്ള ഒരു പ്രേമം കൊണ്ടും സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടുമാണ്. സിനിമയാണ് നമ്മളെ ഇങ്ങനെ നിർത്തുന്നത്. വീണാലും സിനിമ, വീണാലും 4 കാലല്ലേ വീഴും. വിവാഹം കഴിഞ്ഞു, മക്കള്? ഒരു മോളുണ്ട്. ഒരു മോളുണ്ട്. മോക്ക് ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ഇതുപോലെ, എനിക്ക് എന്റെ അപ്പനെ പോലെ ആവണം? 2.5 വയസ്സുള്ള കൊച്ചിനത്തെ ആഗ്രഹം. വൈഫിന്റെ സപ്പോർട്ട് എങ്ങനെയാ? വൈഫിന്റെ സപ്പോർട്ട് ഉണ്ട്, പിന്നെ സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ലല്ലോ നമ്മള്. ഞാൻ കേട്ടതൊരു പ്രണയ വിവാഹമായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ആളിപ്പോ എന്ത് പറയുന്നു? പുള്ളിക്കാരത്തി വർക്ക് ചെയ്യുന്നു, എന്ത് പറയാ, എല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഹാപ്പിയായിട്ട് പോകുന്നു. ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് നമ്മൾ അഭിനയിച്ച പടം തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്തുവാ? അതേ ഒരു സുഖമില്ല. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പോയി കാണുന്ന സുഖമൊന്നുമില്ലേ? അല്ല, അത് നല്ല പടം, എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പടം പോയി ഇപ്പൊ ആൻമരിയ ഫാമിലി ആയിട്ട് പോയി കാണുമ്പോ എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. കാരണം അതെന്റെ ഒരു ആവശ്യമായിരുന്നു. എന്റെ ചേട്ടൻ ദുബായിൽ നിന്ന് വന്നു, ചേട്ടനും ചേച്ചിയും ചേട്ടത്തെയും പിള്ളേരും, ഫാദറൊന്നും ഫസ്റ്റ് ഡേക്കൊന്നും ഒരിക്കലും ജീവിതത്തിൽ പോയിട്ടില്ല. ആ പുള്ളി, മമ്മി, പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ്, അപ്പൊ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ എല്ലാം കൂടെ ഒരുമിച്ചാണ് പോയി കാണപ്പെടാൻ. അപ്പൊ അതൊരു ഫീലായിരുന്നു, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ പടം കഴിഞ്ഞിട്ടുള്ള സീനുകളും പടത്തിന് കണ്ടോണ്ടിരിക്കുമ്പോൾ ഉള്ളതും, അന്ന് ഞാൻ ടെൻഷൻ അടിച്ച ആ പടം എങ്ങനെ ഇഷ്ടപ്പെടണം, ഇതാണ് എന്റെ ലൈഫ്, ഇതിലൂടെ വേണം പോവാൻ. പടം എല്ലാം കഴിഞ്ഞിട്ട് പപ്പയുടെ മുഖത്തോട്ട് നോക്കി, ഓക്കെ ഹാപ്പിയാന്ന് പച്ചിരിക്കുന്നുണ്ട്. ചേട്ടൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, ചേട്ടത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചു, അമ്മയോട് ഓർക്കണം, ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഹാപ്പി. എപ്പോഴും പപ്പ ഒന്നും വേണ്ടതില്ല. പപ്പ വന്നിട്ട്, എടാ ഷൈൻ ടോം ചാക്കോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, ഇത്രയും പുള്ളി പറഞ്ഞു. ഞാൻ പപ്പ എങ്ങനെയുണ്ട് പടം നല്ലതാ, മതി, ഇത് കേട്ടാ മതി, ഓക്കെ ഹാപ്പി. അപ്പന്മാരിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ
അതൊരു ഭയങ്കര ഒരു ഓർമ്മയാണ്. ഇപ്പൊ മമ്മൂക്കയോടുള്ള എക്സ്പീരിയൻസ്, ഇത് പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ. മമ്മൂക്കയുടെ കൂടെ സെറ്റ് ചെയ്യുന്നപ്പോൾ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? മമ്മൂക്കാടുള്ള എക്സ്പീരിയൻസ് എല്ലാം ഒന്നും മറക്കാൻ പറ്റില്ല. മമ്മൂക്ക ഇത് മുത്താണ്. ഇപ്പം മമ്മൂക്കയെ പറ്റി അറിയാത്ത, മമ്മൂക്ക പേഴ്സണലി സംസാരിക്കാത്ത ആളുകളെല്ലാം പറയുന്നത് ഭയങ്കര ജാടയാണ്, ആളങ്ങനെ കൂടുതൽ സംസാരിക്കത്തില്ല. അപ്പം ജോൺ ഒരുമിച്ച് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് മമ്മൂക്ക ജോൺ മനസ്സിലാക്കിയേ? മമ്മൂക്ക ഭയങ്കര സ്വീറ്റ് ഹാർട്ടാണ്, ഭയങ്കര നല്ല മനുഷ്യനാണ്. ഞാൻ 2-3 പടങ്ങള് പുള്ളിയോട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അദ്ദേഹത്തിനോട് ചെയ്ത പടങ്ങളൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി, ഞാൻ എക്സൈറ്റഡ് ആയിട്ടാണ് മമ്മൂക്കയുടെ പടത്തിൽ ചെയ്യാൻ പോകുന്നത്. മമ്മൂക്കയുടെ പടത്തിൽ ഇവിടെ ചെയ്യാൻ പോകും, ഉറപ്പാണ്. മമ്മൂക്ക, ലാലേട്ടൻ അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇഷ്ടത്തിന്റെ കൂടെ ഇവരുടെ പെരുമാറ്റവും എനിക്കറിയത്തില്ല, പുറത്തൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ അടുത്തൊക്കെ, നമ്മുടെ അടുത്തൊക്കെ വന്നപ്പോ മമ്മൂക്കൊക്കെ അത്രയും എല്ലാരും കെയർ ചെയ്യും. എല്ലാരും സെറ്റിലല്ലോ, എനിക്കൊന്ന് സെറ്റ് വന്നു ഞാൻ പുള്ളിക്കാരൻ എല്ലാരെയും വാച്ച് 360 പുള്ളി ഒന്നും മൊത്തത്തിലൊന്ന് കറങ്ങും, ഇങ്ങനെ നോക്കും. അപ്പൊ അവരെല്ലാരെയും രജിസ്റ്ററാണ്. പിന്നെ കൂടെ ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ഈ മിങ്കിൾ ചെയ്യുന്നത്. അപ്പൊ ഞാനൊക്കെ മാസ്റ്റർ പീസ് എനിക്കൊന്ന് 10-60 ദിവസം കൂടുതൽ മമ്മൂക്കയോടെ സ്പെൻഡ് ചെയ്തു. ഒന്നും പറയില്ല. പറയില്ല. ഈ മമ്മൂക്കയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കേട്ടൊരു കാര്യമാണ്, മമ്മൂക്ക എല്ലാരെയും വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ചിന്തിക്കും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. പക്ക അപ്ഡേഷനും വാച്ചിങ്ങും പക്കയല്ലേ? അയ്യോ ആണോന്നോ, മമ്മൂക്ക അതാണ് മമ്മൂക്ക അവിടെ ഇരിക്കില്ലേ. ഒരു സംഭവം ഉണ്ടായി, ഞങ്ങളൊരു സീൻ എടുത്തോണ്ടിരിക്കുക. അപ്പം എന്റെ സാധനമൊക്കെ എടുത്തിട്ട് മമ്മൂക്കയുടെ സീൻ എടുത്തു, ഞാൻ ഓപ്പോസിറ്റ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് മോനിറ്ററിന്റെ ബാക്കിലോട്ട് വന്നിട്ട്, അജയേട്ടാ ഓക്കെ അല്ലേ? അജയ് ഹോസ് അതിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ പുള്ളി എടുത്ത്, അജയേട്ടാ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ആണല്ലോ. അപ്പൊ ഞാൻ ഓക്കെ സെറ്റ് എന്നൊക്കെ മമ്മൂക്ക പറയാൻ നിൽക്കുന്നു. നമുക്ക് നേരെ ബാക്കില് ഓക്കെ ആണോ, അത്ര സുഖമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്രയും പ്ലേഫുൾ ആണ്. നമുക്ക് ലൂഡോ കളിച്ചിട്ടുണ്ടോ ഞാൻ വിശ്വസിക്കുമോ? ഞങ്ങളുടെ കൂടെ ഇരുന്ന് ലൂഡോ കളിച്ചെന്ന് ഞാൻ വിശ്വസിക്കും. പിന്നെ മാസ്റ്റർ പീസ് ലൊക്കേഷനില്, കാരണം ഒരു കുറച്ചു നേരം നമുക്ക് ഈ പറഞ്ഞ ഷിഫ്റ്റിംഗ് സമയം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് സമയത്ത്, അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കുറച്ചുപേര്, ഞാന്, അർജുൻ, ഈ പറഞ്ഞ മക്ബുലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരോ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മാറും, ഞാൻ ഇരിക്കാം, മമ്മൂക്ക വന്നിരുന്നിട്ട് ലൂഡോ കളിക്കുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, വിശ്വസിക്കോ? അത്രയും ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, പുള്ളി അത്രയും പ്ലേഫുൾ ആണ്, അത്രയും ആൾക്കാരെ കൺസിഡർ ചെയ്യുന്ന ആളാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ ഇഷ്ടമുള്ളത് എടുക്കുമല്ലോ. മമ്മൂക്കയുടെ അഭിനയമൊക്കെ കണ്ടിട്ട്, മമ്മൂക്കയുടെ സംസാരം കണ്ടിട്ട് എന്തോ എടുക്കാൻ തോന്നിയിട്ടുള്ളേ? എടുക്കാൻ തോന്നുന്നത് മൊത്തത്തിൽ അങ്ങ് എടുക്കണം, എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പൊക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പുള്ളിയുടെ ഉള്ളത്. പുള്ളി ഡെഡിക്കേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഇത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ഭയങ്കര ഒരു പടത്തിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഭയങ്കര ഇപ്പോഴും. അതിന്റെ ഒരു 4-1 വന്നാൽ മതി. ഇപ്പൊ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് മമ്മൂക്കയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ട് മമ്മൂക്ക ചെയ്യും. പിന്നെ ലാംഗ്വേജ് വെച്ചാൽ ഏതാ? തൃശ്ശൂർ ലാംഗ്വേജ് അല്ലെന്നുണ്ടെങ്കിൽ കാസർഗോഡ് അല്ലെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം, ഏതാ നമുക്ക് എടുക്കാതെ? ഏതാ അടിപൊളിയായിട്ട് ചെയ്യാത്ത? നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ എടുക്കാൻ നമുക്ക് മൊത്തത്തിൽ എടുക്കാം, അത്രേ ഉള്ളൂ. അതിന്റെ നമുക്കവിടെ ഒരു 4-1 കിട്ടിയാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് അത്ര ഇഷ്ടം. അതിലൊന്നും കിട്ടിയിരുന്നെങ്കിലല്ലേ? പിന്നെ പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുന്ന, നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ അല്ല, നമ്മൾ മമ്മൂക്കയോട് അഭിനയിക്കുമ്പോൾ അതിനപ്പുറം ഒരു സന്തോഷമില്ല ലൈഫില്. അതുപോലെ തന്നെ ലാലേട്ടൻ എനിക്ക് മിസ്സായി പോയി. ലാലേട്ടൻ്റെ ഒരു പടം എനിക്ക് വന്നിരുന്നു, എനിക്കത് മിസ്സായി പോയി, അത് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പടങ്ങൾ വിളിക്കുമ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഈ പ്രിപ്പയർ ചെയ്ത് എല്ലാം ഒരു സൈഡിൽ എത്തി നിൽക്കുമ്പം ആ പടത്തിൽ നമ്മളില്ലെന്ന് അറിയുമ്പം, അല്ലെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടോ, അറിയുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്തുവാ? തകർന്നു പോവില്ലേ? അതൊക്കെ തകർന്നു പോകുന്നൊക്കെ എനിക്കൊന്ന്, ഞാൻ ഈ ആൻമരിയ ആണല്ലോ, ആൻമരിയ വരെ എനിക്ക് കുറെ പടങ്ങൾ വന്നു പോയി. മറ്റന്നാൾ ഷൂട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്ന പടങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ചു പറയും, ബ്രോ ഇത് നമ്മൾ വേറൊരാളെ വെച്ച് ആലോചിക്കുക, സോറി കേട്ടോ, നമ്മുടെ പ്രൊഡക്ഷൻ സമ്മതിക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നാൾ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയും. അത് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പക്ഷേ ആൻമരി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പൊ അതെല്ലാം വിളിച്ചിട്ട് കുഴപ്പമില്ല പോട്ടെ, നല്ലതായിരിക്കും. കാരണം ഒരു ബ്രേക്ക് കിട്ടി. ഇനിയിപ്പോ വിഷമം ഉണ്ടായിട്ടുണ്ട് പലയിടത്തുനിന്ന് മാറി. പക്ഷെ ആൻമരി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ പടത്തിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. ഞാനാണ് കൂടുതലും പടം സെലക്ട് ചെയ്യുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാര്യം നമുക്കറിയില്ല, അതെ, എന്തൊക്കെയാ നടക്കുന്നതെന്നൊന്നും.
നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതിനാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അയ്യോ, അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആ അത് ഞാൻ പറഞ്ഞില്ലേ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ സിനിമ ചെയ്തിട്ടില്ലാത്തോണ്ട് ഒരു ഇതാണ് ഇതിലാണ്. കാരണം എനിക്ക് ആൻമരിയ വരെ ഏത് പടം കിട്ടുന്നോ അതാണ് ലൈഫ്, അതാണ് ഇതായിരിക്കും എന്റെ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു. ആൻമരിയ കിട്ടിയപ്പോഴും ഇതാണ് എന്റെ ലാസ്റ്റ്, ഇവിടെ കൊണ്ട് സെറ്റാണ്, ഇവിടെ കൊണ്ട് സെറ്റ് ആവണം എന്നുള്ളൊരു കച്ചിത്തുരുമ്പാണ്. ഇതിൽ നിന്ന് പിടിച്ച് ഞാൻ കയറണം, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള അതേ മോഡലായിരുന്നു അതിന് മുമ്പത്തെ 2 പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല പടങ്ങളാണ്. ആ പടം വന്നു, അതിന് അഭിനയിച്ച ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വരികയും ചെയ്തു. അപ്പൊ അത് മിസ്സായപ്പോ അന്ന് വിഷമം തോന്നി. പിന്നീട് ആലോചിച്ചും ആൻമരിയല്ലേ വന്നെനിക്ക്, അതിലും വലുതായിട്ട് ഞാൻ റീച്ചായി, ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അതൊരു പാഠമാണ് എനിക്ക്. ഇത് ഇനിയും വരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇതൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ള അനുഭവങ്ങൾ തന്നെ അല്ലേ? പിന്നെ അല്ലാതെ പുറമെ ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. ഇറങ്ങുന്നതിന് മുമ്പ് സിനിമ അടിപൊളിയല്ലേ, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന പരിപാടി നമുക്ക് കയറുന്നു. അതെ. ഇപ്പം ഒരു നടൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, നമുക്കൊന്ന് സ്റ്റേബിൾ ആവണം എന്നൊരു ചിന്ത തോന്നുമ്പം എത്ര പടങ്ങളോളം ചെയ്യണം? അങ്ങനൊന്നുമില്ല. ഒറ്റ പടം കൊണ്ട് സ്റ്റേബിൾ ആയ ആൾക്കാരുണ്ട്. ഓക്കെ. കുറെ പടങ്ങൾ കൊണ്ട് സ്റ്റേബിൾ ആവാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു മാജിക് എന്ന് പറഞ്ഞില്ലേ അജിൻ മുമ്പ് പറഞ്ഞില്ലേ, ഒരു മാജിക്കാണ്. ചിലപ്പോ ഒറ്റ വെള്ളിയാഴ്ച മതിയായിരിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു പടം വന്ന് ഒരു വെള്ളിയാഴ്ച ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഇനിയും കുറെ പടങ്ങൾ ചെയ്ത് ചിലപ്പോൾ ഞാൻ ഒരു 10-15 വയസ്സിലായിരിക്കും എന്റെ കഴിവ് ആൾക്കാർ കാണാൻ പോകുന്നത്. പറയാൻ പറ്റില്ല. അതൊന്നും ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും? ലക്ക് ഒരു ഫാക്ട് ആണോ? ലക്ക് ഒരു ഫാക്ടാണ്. ഒരു പടം ഹിറ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണ്. ഭാഗ്യം കൊണ്ട് അത് ഹിറ്റായത്. ചില പടങ്ങള് തിയേറ്ററിൽ വന്ന് ഹിറ്റ് ആവണമെന്നില്ല, അത് ഭാഗ്യമില്ലായ്മയാണ് അല്ലേ? ചിലപ്പോ ആ പടത്തിന് ഭാഗ്യം ഉണ്ടാവില്ല. അത് ഒരുപാട് പടങ്ങളുണ്ട്, ഒത്തിരി പടങ്ങളുണ്ട്. പക്ഷേ നമ്മളില്ല, ആൻമരിയ എന്ന് പറഞ്ഞ പടം വന്നു, തലേ ദിവസം ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറയണം, വിളിച്ചിട്ടില്ല, ഞങ്ങൾ ഓപ്പോസിറ്റ് പറയാം, കൈപ്പള്ളി ഈ പടം പൊട്ടിയാൽ നീയില്ല ഞാനും ഇല്ല, വിട്ടോണം, പിന്നെ ഇനി സിനിമ ചോദിച്ചു വന്നേക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തലേ ദിവസം പടം റിലീസാകുന്ന തലേ ദിവസം എന്റെ ഫാമിലി എല്ലാം വന്ന് ഇവിടെ കിടക്കാണ്, നാളെ പടം റിലീസ് ചെയ്ത് പടം കാണാൻ ഹിറ്റാകാൻ പോകുന്ന പടത്തിൽ അങ്ങനെ ഇരിക്കുന്ന പുള്ളി എനിക്ക് ഡാർക്ക് തരുന്നത്. അതിൽ നിന്നാണ് ഞാൻ പടം കാണാൻ പോകുന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമുക്ക് സിനിമയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പടം ചെയ്താലാണോ 3 പടം ചെയ്താലാണോ എപ്പോഴാണ് സംഭവിക്കുന്നത് അതങ്ങ് സംഭവിക്കും. ഇന്ന് കൊച്ചി തന്നെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെ എത്തപ്പെടണമെന്ന് അറിയാത്തവരും ഉണ്ട്. ഒരുപാട് ഫേക്ക് ഓഡിഷനിൽ പോയി ഇത് നിർത്തുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ തന്നെ നമ്മളിപ്പോ ഊബറിന് പോകുന്ന സമയത്തൊക്കെ ശരിക്കും ഒരുപാട് ചെറുപ്പക്കാർ ഊബർ ഓടിക്കുന്നത് എന്തിനാ? സിനിമയിൽ കയറാൻ. അപ്പം ജോൺ എന്ന ആക്ടറിനോട് ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, അവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടീവ് എന്തുമായിരിക്കും? മോട്ടീവ് ഒന്നുമില്ല, നമ്മളെ ബിലീവ് ചെയ്യാ. ഞാൻ എന്നെ ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാൻ എന്റെ പരിപാടി തുടങ്ങി, ഇനി ഇത് തീർക്കാതെ ഞാൻ നിർത്തൂല. നനഞ്ഞു എന്നല്ല, നമ്മള് പരിപാടിക്ക് ഇറങ്ങി, ഇനി കുളിച്ചിട്ടേ കയറുന്നില്ല പറഞ്ഞു. ഞാൻ ഇറങ്ങി പരിപാടിക്ക്. ഇനിയും സിനിമ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്മാറുള്ളൂ. വാശി ഒരു മാറ്റവും ഇല്ല അതിനകത്ത്. ഇല്ലില്ല, അതെങ്ങനെ മാറ്റം? ഞാൻ കൊടുത്തു എന്താ പിന്നെ കേറി പിടിക്കും, ഉറപ്പാ കൊളുത്തുമായിരിക്കും. അതെനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ഇതിൽ തന്നെ നിൽക്കും, കൊളുത്തുമായിരിക്കും. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി. ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല എന്നാലും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാലേ, ഇങ്ങനെ പച്ചയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടൻ എന്ന ലേവല് മാറ്റി വെച്ച് ഒരു കൂട്ടുകാരനെ പോലെ എങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു? ഞാൻ പെട്ടെന്ന് ഒന്ന് കമ്പനി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കുന്നതായോണ്ടായിരിക്കും. പത്തനംതിട്ടക്കാരൊക്കെ അങ്ങനല്ലേ? അതെ, പക്ഷെ നമ്മൾ ഈ പത്തനംതിട്ടക്കാരെ പറ്റിക്കാൻ എളുപ്പമാ. പൊട്ടന്മാരല്ലേ? അങ്ങനെ എവിടെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ പൊട്ടനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പൊട്ടനായാലും ഞാൻ സമ്മതിക്കില്ലല്ലോ, കാരണം നമ്മുടെ ഈഗോ ഉണ്ടായിട്ടുണ്ടാവും, ഒത്തിരി പൊട്ടനായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈഗോ സമ്മതിക്കുക, പൊട്ടനെന്ന് പറയാനൊരു മടിയാ. ഇപ്പൊ വേടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതേ ഒരു ഒന്നുമില്ല എന്റെ ഇന്റർവ്യൂ, അതൊക്കെ കുറവാ, അപ്പുറമാണ് വരുന്നത്.